പരിശുദ്ധമായ ഖുർആനിൽ ലോകാവസാനത്തോട് ഈ ലോകമടുക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന രണ്ട് അമലുകളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന മിൻ അശ്റാത്തി സഅ, ഹബീബായ നബി തങ്ങളുടെ ഹദീസാണ്. ലോകാവസാനത്തോട് ഈ ലോകമടുക്കുമ്പോൾ മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രണ്ട് ഗുണങ്ങൾ, ആ ഗുണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഒന്നേതാണെന്നറിയോ? വളരെ പ്രധാനപ്പെട്ടതാണ്. മയ്യത്തിനോടുള്ള കടമകൾ ഈ സമുദായം മറന്നുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മയ്യത്തിനോട് കടമയുണ്ട്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന മര്യാദ എന്താണ്? ഒരു വീട്ടിൽ ഒരു മരണം നടന്നു, അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമ്മളൊരു ഇന്നാ ലില്ലാഹി പറയും. പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ ആ മയ്യത്തിനെ ഒന്ന് കാണാൻ വേണ്ടി പോകും. രാഷ്ട്രീയക്കാരെ പോലെ പെട്ടെന്ന് തന്നെ മയ്യത്തിനെ കണ്ടിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകും. ഇപ്പൊ MA സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നെല്ലിക്കുന്ന് സാഹിബ് MLA, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, തിരക്കുള്ള മനുഷ്യനാണ്. ആ മയ്യത്തിനെ അവിടെ കണ്ടിട്ട് കുളിപ്പിക്കാനും പൊതിയാനും മയ്യത്തിനെ ചുമക്കാനും മയ്യത്ത് നിസ്കരിക്കാനും ചിലപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കഴിയണമെന്നില്ല. നമ്മളോടാണ്, സാധാരണക്കാരോടാണ് ഖുർആൻ പറയുന്നത്. ഒരു മയ്യത്തിനെ നീ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നീ പറയേണ്ടത് എന്താണ്? പഠിച്ചു വെച്ചോളി. 7 കടമകളാണ് ഒരു മയ്യത്തിനോടുള്ളത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബിയുനാ മുഹമ്മദ് മുസ്തഫ ഒരു മയ്യത്തിനോടുള്ള ഒന്നാമത്തെ കടമ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തൊന്നുകൂടി ഓതുകയാണ്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ പറയണേ സഹോദരാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫിഖ്ഹിന്റെ ഭാഷയിൽ ഇസ്തിർജാ നടത്തുക എന്നാണ് പറയുന്നത്. ഇന്നാ ലില്ലാഹി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരണം അറിഞ്ഞിട്ട് ഇന്നാ ലില്ലാഹി പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു വിടുന്നു പറഞ്ഞു തരികയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനൊരു മരണവാർത്ത അറിഞ്ഞിട്ട് ഇന്നാ ലില്ലാഹി പറഞ്ഞാൽ ആ മനുഷ്യന് വേണ്ടി 10 മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്. ആ മനുഷ്യന് വേണ്ടി 10 മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്. സഹോദരങ്ങളെ, ഇനി മരണപ്പെടുന്നത് ഭാര്യയാണെങ്കിൽ, ഇനി മരണപ്പെടുന്നത് മക്കളാണെങ്കിൽ, ഇനി മരണപ്പെടുന്നത് കൂടപ്പറപ്പുകളാണെങ്കിൽ, കൂട്ടുകാരാണെങ്കിൽ, ജീവിതത്തിന്റെ അവസാനം വരെ നമ്മുടെ കൂടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ടുപ്പാ. നമ്മുടെ ഭാര്യ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കള് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി വന്നാൽ, മലക്കുൽ മൗത്ത് നമ്മുടെ വീട്ടിലോട്ട് കടന്നു വന്നാൽ, ആ തീരുമാനത്തെ അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് വഴിയില്ലോ. പടച്ചവനെ, ഇത് പറയുമ്പോൾ ഇന്ന് മലയാളക്കര ഒന്നടങ്കം കരഞ്ഞൊരു വാർത്തയുണ്ട്. ദുബൈ അബൂദാബി വഴിയിലൂടെ സഞ്ചരിച്ചു പോയ ഒരു കുടുംബത്തിലെ 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 4 ആൺമക്കളാണ് വിട പറഞ്ഞു പോയത്. ഇന്ന് കണ്ടില്ലേ സഹോദരാ, ലത്തീഫ് എന്ന് പറയുന്നൊരു പ്രിയപ്പെട്ട പിതാവ് ദുബൈയിൽ തന്റെ 4 ആൺമക്കൾക്ക് അവസാനമായിട്ട് ചുംബനം കൊടുത്തു. അവിടെ സെറ്റിൽഡായിരുന്നടോ, അവിടെ താമസിക്കുന്നവരായിരുന്നടോ. മക്കൾക്കൊരു എൻജോയ്മെന്റ് ആകട്ടെ എന്നോർത്തുകൊണ്ടോ തന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് ഒരു യാത്ര പോയതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് തന്റെ ഭാര്യയാണ് വാഹനം ഓടിച്ചത്. അല്ലാ, ചെറിയൊരു അശ്രദ്ധ പറ്റി. മക്കളെയൊന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അമിത വേഗത്തിലായതുകൊണ്ട് വാഹനം ആക്സിഡന്റിൽ പെട്ടു. വാഹനം ഇടിച്ചു മറിഞ്ഞു. 4 ആൺമക്കളെ അല്ലാഹു തിരിച്ചു വിളിച്ചു. ലത്തീഫ് എന്ന് പറയുന്ന സഹോദരന്റെ കൈകാലുകൾ ഒടിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ 2 ഓപ്പറേഷൻ കഴിഞ്ഞ് ICUവിലാണ്. ഇളയ പെൺകുട്ടി ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്ന് ദുബൈയിൽ എത്രയോ
മുസ്ലിമീങ്ങളാണ് ഒരുമിച്ച് കൂടിയത്. ആ ജനാസ നിസ്കരിക്കാൻ എത്രയോ മക്കളാണ് ഒരുമിച്ച് കൂടിയത്. എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞതെന്തെന്നറിയോ? ഉസ്താദേ, കണ്ടവരാരും കരയാതെ പോയില്ല ഉസ്താദ്, അങ്ങോട്ട് കടന്നു വന്ന ഒരാളും കരയാതെ പോയില്ല. ആ പ്രിയപ്പെട്ട പിതാവിനും മാതാവിനും ആ കുഞ്ഞുമക്കളുടെ സഹോദരിക്കും മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. നാളെ നിന്റെ സ്വർഗത്തിൽ കാണാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഇതുപോലെ മരണം ഏത് സമയത്തും കടന്നു വരാം സഹോദരോ. മക്കളും മരണപ്പെട്ടെന്ന് വരാം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. മഹാനായ സയ്യിദുനാ അബൂ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു അബൂ ഹുറൈറ തങ്ങളുടെ അരികിലോട്ട് കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ അബാ ഹുറൈറ, എത്രയോ ഹദീസുകൾ അങ്ങ് നിവേദനം ചെയ്തിട്ടുണ്ട്, എത്രയോ ഹദീസുകൾ അങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5250 പരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയ ഹദീസ് റിപ്പോർട്ടറാണ് സയ്യിദുനാ അബൂ ഹുറൈറ. അബൂ ഹുറൈറ തങ്ങളുടെ അരികിലോട്ട് കടന്നു വന്നു. അബൂ ഹസ്സാൻ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാണ്, അല്ല തങ്ങളെ, എന്റെ 2 ആൺമക്കളാണ് മരണപ്പെട്ടു പോയത്. എന്റെ 2 ആൺമക്കളാണ് മരണപ്പെട്ടു പോയത്. ഈ സദസ്സിലും മക്കള് മരിച്ചവരുണ്ടെങ്കിൽ കേട്ടോ, കുടുംബത്തിലും മക്കള് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുത്തോ. അബൂ ഹസ്സാൻ തങ്ങളവിടുന്ന് പരാതി പറയുമ്പോൾ എന്നിട്ട് ചോദിക്കുകയാ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും മരിച്ചതിന് ശേഷം വല്ലാത്ത സങ്കടത്തിലാ. ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഹദീസ് ഞങ്ങളോട് പറഞ്ഞു തരുമോ? മഹാനായ അബൂ ഹസ്സാൻ തങ്ങളോട് അബൂ ഹുറൈറ തങ്ങളവിടുന്ന് ഒരൽപ്പ മൗനത്തിന് ശേഷം പറയുകയാണ്. ഒരൽപ്പ നേരത്തെ മൗനത്തിന് ശേഷം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ദഅമീസു ഫിൽ ജന്ന സിഗാറുഹും ദഅമീസുൽ ജന്ന. എന്തിനാണ് അബൂ ഹസ്സാൻ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ ബേജാറാകുന്നത്? സ്വർഗത്തിലൂടെ നിങ്ങളുടെ മക്കള് പാറിക്കളിക്കുകയോ? മഹാനായ ഇബ്രാഹിം നബിയോടൊപ്പം അവർ ഉലാത്തുകയാണ്. സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുകയോ? നാളെ നിങ്ങൾ പരലോകത്തോട്ട് കടന്നു ചെല്ലുമ്പോ മക്കള് മരണപ്പെട്ടു പോയ വാപ്പാ, പിഞ്ചുമക്കള് മരിച്ചുപോയ ഉമ്മ, നാളെ നിങ്ങൾ പരലോകത്തോട്ട് കടന്നു പോകുമ്പോൾ, അതാ മഹ്ശറ വൻസഭയിലോട്ട് നിങ്ങൾ വന്നു നിൽക്കുമ്പോൾ, അല്ലാഹു ഹിസാബ് ആരംഭിക്കുന്നതിന് മുമ്പ്, വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ മക്കളോട് പറയുകയോ, ഉദ്ഖുലൂ അൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലോട്ട് പോയിക്കോ, നിങ്ങൾക്ക് ഹിസാബില്ല, സ്വർഗത്തിലോട്ട് പോയിക്കോ. ആ മക്കൾ ആ സമയത്ത് അവിടെ നിന്ന് പറയുമെന്നാണ്, പടച്ചവനെ, നിന്റെ ഓശാരമായിട്ട് ഞങ്ങൾക്ക് സ്വർഗം വേണ്ട, നിന്റെ ഔദാര്യമായിട്ട് ഞങ്ങൾക്ക് സ്വർഗം വേണ്ട. ഞങ്ങളെപ്പോലത്തെ ചെറിയ കുട്ടികള് അവര് മാതാപിതാക്കളുടെ സ്നേഹം ആസ്വദിച്ചും അനുഭവിച്ചും ദുനിയാവിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഖബറിലായിരുന്നു. അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം നീ എനിക്ക് സ്വർഗം തരണേ അല്ലാ. ഓരോ കുഞ്ഞുമക്കളും അല്ലാഹുവിനോട് പറയും,
പറയുമെന്നാണ്. അള്ളാഹു സമ്മതിക്കുകയാണ്, അള്ളാഹ് സമ്മതിക്കുകയാണ്. ആ മക്കൾ അവരുടെ മാതാപിതാക്കളുടെ അരികിലോട്ട് കടന്നു പോകും. രണ്ടുപേരുടെയും കൈപിടിക്കും, ഉപ്പാടെയും ഉമ്മാടെയും കൈപിടിക്കും. എന്നിട്ട് യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, ഒരു ഹിസാബുമില്ലാതെ ഒരു വിചാരണയുമില്ലാതെ ആ മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിലോട്ട് ആ മക്കള് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല സഹോദരാ, ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞു മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു മകനോ മകളോ മരിച്ചു പോയാൽ അല്ലാഹു ചോദിക്കുന്നു, മലക്കുൽ മൗത്ത്, നിങ്ങളാ കുഞ്ഞിന്റെ റൂഹ് പിടിച്ചപ്പോൾ, നിങ്ങളാ കുഞ്ഞിന്റെ റൂഹ് പിടിച്ചപ്പോൾ മാതാപിതാക്കളുടെ പ്രതികരണം എന്തായിരുന്നു? അസ്റായീൽ സ്വന്തം മകന്റെ ജനാസ കാണുമ്പോ, സ്വന്തം മകളുടെ ജനാസ കാണുമ്പോ ആ മാതാപിതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അസ്റായീൽ പറയുന്നു, നെഞ്ചു പൊട്ടിയിട്ടാണ് അവരവിടെ നിലകൊണ്ടത്, നെഞ്ചു പൊട്ടിയിട്ടാണ് അവരവിടെ നിലകൊണ്ടത്. കരച്ചിലായിരുന്നു റബ്ബേ, സങ്കടത്തിലായിരുന്നു. അല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവര് പറഞ്ഞിരുന്നു. അല്ലാഹ്, ഈ സമയത്ത് അല്ലാഹു മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, അവര് ശമിച്ചോ അസ്റായീലേ? സ്വന്തം മകന്റെയും മകളുടെയും മരണം കണ്ടിട്ടവര് സഹിച്ചോ? അവര് ശമിച്ചോ? ശമിച്ചെന്ന് അസ്റായീൽ മറുപടി പറയുമ്പോൾ അല്ലാഹു പറയുകയാ, ആ മാതാപിതാക്കൾക്ക് ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന സ്വർഗം നിങ്ങൾ കാണിച്ചു കൊടുക്കണേ, നിങ്ങൾ പണിതു കൊടുക്കണേ എന്ന് അല്ലാഹു മലക്കുൽ മൗത്തിനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൊച്ചുമക്കള് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മക്കള് മരിച്ചുപോയി, അതിന്റെ പേരിൽ ക്ഷമിച്ചു, സഹിച്ചു. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്നോർത്ത് സങ്കടപ്പെട്ട് അള്ളാഹുവിനോട് വിനയാന്വിതനായിട്ട് തൗബ ചെയ്താൽ, അള്ളാഹ് നീ എനിക്ക് പരീക്ഷണം തന്നു, സഹിക്കാനാകാത്തതാണ്, ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാണ്, എന്നാലും റബ്ബേ നിന്റെ അലംഘനീയമായ വിധി അംഗീകരിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു വാപ്പയോ ഉമ്മയോ പറഞ്ഞാൽ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു സ്വർഗീയ കൊട്ടാരം ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ഒരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളോ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ഒരു ദുആ ഉണ്ട്, നബിതങ്ങൾ പഠിപ്പിച്ച ദുആ. ആ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു നഷ്ടപ്പെട്ടതിനേക്കാളും ഹൈറായ ഒന്നിനെ തരുമെന്നാണ്. ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ, ആസ്വദിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഭാര്യ മരിച്ചു പോകുന്നവരുണ്ട്, ഭർത്താവ് മരിച്ചു പോകുന്നവരുണ്ട്, ഒന്നും രണ്ടും ആൺമക്കൾ മരിച്ചു പോകുന്നവരുണ്ട്, ചെറിയ മക്കൾ മരിച്ചു പോകുന്നവരുണ്ട്. ഭാര്യ മരിച്ചതിന്റെ പേരിൽ ആരും വിവാഹം കഴിക്കാതിരുന്നിട്ടില്ല, ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ആരും വിവാഹം കഴിക്കാതിരുന്നിട്ടില്ല, മക്കൾ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ പിന്നീട് ആ ദമ്പതികൾക്ക് മക്കൾ ഉണ്ടാകാതെയും ഇരുന്നിട്ടില്ല. നല്ല മക്കളെ വീണ്ടും അല്ലാഹു തരണമെങ്കിൽ, അള്ളാഹു വീണ്ടും ഒരു നല്ല ഭാര്യയെ തരണമെങ്കിൽ ഇതൊക്കെ നമ്മൾ പോയി പറഞ്ഞു കൊടുക്കണം. ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പം മാതാപിതാക്കൾ മക്കൾ മരിച്ചുപോയൊരു വീട്ടിലോട്ട് പോകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവരോട് ദുആ ചെയ്യാൻ പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ ഓടിക്കും. നമ്മളവരോട് അവരുടെ ഒരു 2 ദിവസം കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ അവരോട് പറയണം, അള്ളാഹുവിന്റെ വിധിയാണ്, തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റുള്ളൂ. എങ്കിലും അള്ളാഹിന്റെ റസൂല് പറഞ്ഞൊരു ദുആ ഉണ്ട്, നിങ്ങൾ പറയാൻ മടിക്കണ്ട. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം, ഒരു ദുആ ഉണ്ട്, നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളിൻ. ആ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ദീർഘായുസ് നൽകുമാറാവട്ടെ. മരിച്ചുപോയ ഭാര്യമാരുള്ള ഏതെങ്കിലും ഒരു ഉപ്പ, ഏതെങ്കിലും ഒരു ഭർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ഭാര്യയോടൊപ്പം നാളെ സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ സഹോദരിമാരുടെ കൂട്ടത്തിൽ ഭർത്താക്കന്മാർ മരിച്ചവരുണ്ടെങ്കിൽ അള്ളാഹു അവർക്കും സ്വർഗം നൽകുമാറാവട്ടെ. എങ്കിലും പറയണം, ഏത് ദുആ എന്നറിയോ? ഏത് ദുആ എന്നറിയോ?
اللهم أجرني في مصيبتي واخلف لي خيرا منها. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് അല്ലാ. താങ്ങാനാകാത്ത സങ്കടമാണ് അല്ലാ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാണ് അല്ലാ. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഈ നഷ്ടപ്പെട്ടതിനേക്കാളും ഖൈറായ ഒന്നിനെ നീ തരണേ അല്ലാ. ഈ സങ്കടത്തിന്റെ പേരിൽ, ഈ പരീക്ഷണത്തിന്റെ പേരിൽ നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ അല്ലാഹു ഖൈറായ ഒന്നിനെ പകരം കൊടുക്കുമെന്നാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്നല്ലോ മഹദിയായ ഉമ്മു സലമ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് ആയിഷ ബീബി ഒരിക്കൽ കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഉമ്മു സലമ, നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിപദം അലങ്കരിക്കാൻ ഭാഗ്യമുണ്ടായത്? നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിട്ട് മാറാൻ ഭാഗ്യമുണ്ടായത്? അവിടുന്ന് പറയുന്നു, ആയിഷ, ഞാൻ എൻ്റെ മകന്റെ മയ്യത്ത് കണ്ട ഉമ്മയാണ്. ഞാൻ എൻ്റെ മകൻ സലമ എന്ന് പറയുന്ന പൊന്നുമോൻ മരണപ്പെട്ടത് കണ്ട ആളാ. എൻ്റെ ഭർത്താവും മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു ആയിഷ. എൻ്റെ ഭർത്താവ് മരിച്ചു കിടന്നപ്പോൾ ആ മയ്യത്ത് കട്ടിലിന്റെ ചുവട്ടിലിരുന്ന് ഞാൻ പറഞ്ഞു, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. നിന്റെ അലംഘനീയമായ വിധിയെ ഞാൻ അംഗീകരിക്കുന്നു അല്ലാ. നിന്റെ ഈ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു അല്ലാ. ഈ തീരുമാനത്തിനു പകരം, ഈ പരീക്ഷണത്തിനു പകരം നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാ. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഇതിനു പകരം നീ ഉത്തമമായ ഒന്നിനെ പകരം തരണേ അല്ലാ. ഈ ദുആ ഞാൻ അന്ന് പറഞ്ഞു. അല്ലാഹു ആ ദുആഇനെ ഇഷ്ടപ്പെട്ടു സ്വീകരിച്ചു. എൻ്റെ ഭർത്താവ് അബൂ സലമയേക്കാൾ ഏറ്റവും ഉത്തമനായ ഭർത്താവിനെ അല്ലാഹു എനിക്ക് പകരം തന്നുവെന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടാൽ, മക്കള് മരിച്ചു പോയാൽ, ഭാര്യ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ, കൂടെ പറപ്പിനെ പോലെ കൂടെ നിൽക്കുന്ന കൂട്ടുകാര് മരിച്ചാൽ, ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒരാൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ദുആ പറയാൻ മറക്കല്ലേ. ദുനിയാവിലും ആഖിറത്തിലും നഷ്ടപ്പെട്ടതിന് പകരം ഖൈറായ ഒന്നിനെ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്തൊന്നും പോരാ, ഈ സ്വലാത്തൊന്നും പോരാ. ആവേശത്തോടെ സ്വലാത്ത് പറഞ്ഞ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ ചൊല്ലുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കണം. നല്ല മനസ്സോടു കൂടി ചൊല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഭാര്യ, സന്താനങ്ങൾ എല്ലാവർക്കും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്ത് പറയാൻ മടിക്കില്ലട്ടാ ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മരണ വീട്ടിലോട്ട് കടന്നു ചെന്നാൽ ഇന്നാ ലില്ലാഹി പറയണം.
പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് ദുആ പറയണം. മൂന്നാമത്തെ കടമ എന്താ? പഠിച്ചു വെച്ചോളിൻ. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു മരണ വീട്ടിലോട്ട് കടന്നു ചെന്നിട്ട് പോയി കണ്ടു, മുഖത്ത് നിന്ന് വെള്ളത്തുണി മാറ്റി കണ്ടു, ഒരല്പനേരം മൗനം അവലംബിച്ചിട്ട് അവിടെ നിന്ന് പോകലല്ല മുസ്ലിമിന്റെ ബാധ്യത. ഇദാ ഹളറത്തുൽ മയ്യിത ഫഖൂലൂ ഖൈറാ. ഒരു മയ്യത്തിന്റെ അരികിലോട്ട് കടന്നു ചെന്നാൽ നീ ഖുർആൻ ഓതണം, അറിയില്ലെങ്കിൽ 10 ദിക്ർ ചൊല്ലണം, അറിയാവുന്നതുപോലെ ഇസ്തിഗ്ഫാർ ചൊല്ലണം. അതല്ലെങ്കിൽ ആ മയ്യത്തിനെ കുറിച്ച് നീ നന്മ പറയണം. കാരണം എന്തെന്നറിയോ? ഫയുഅമ്മിനൂനൽ മലായികത ലിമാ തഖൂലൂൻ. ഒരു മരണ വീട്ടിലോട്ട് കടന്നു ചെന്ന് ആ മയ്യത്തിന്റെ സവിധത്തിലിരുന്ന് നീ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആക്ക് മലക്കുകൾ ആമീൻ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ദുആക്ക് ആമീൻ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്രയോ വീടുകളാണുള്ളത്. ചില മരണ വീടുകളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ സങ്കടമാ. സ്വന്തം വാപ്പാടെ മയ്യത്ത് വീടിന്റെ അകത്ത് കിടന്നിട്ട് പോലും എത്രയോ മക്കളാണ് മുൻവശത്തിരുന്ന് ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അല്ലാഹുവേ, ഇതര സമുദായ സഹോദരങ്ങളുടെ മരണ വീട്ടിലോട്ട് കടന്നു പോകുമ്പോൾ അവിടെ നിശബ്ദമാണ്, അവിടെ നിശ്ചലമാണ്. ആരും സംസാരിക്കാനില്ല, ഓതാനില്ല, പ്രാർത്ഥിക്കാനില്ല. അതുപോലെയാണോ ചില മുസ്ലിമീങ്ങളുടെ വീട്, ചില മുസ്ലിമീങ്ങളുടെ മരണ വീട്? അതുപോലെയാണ്. മയ്യത്ത് വീടിന്റെ അകത്ത് അനാഥമായിട്ട് കിടക്കുന്നു. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് മക്കള് നാട്ടുകാരോട് സംസാരിക്കുന്നു. ആരും ഖുർആൻ ഓതാനില്ല, ആരും മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനില്ല. നമ്മൾ മനസ്സിലാക്കിയത് എന്തെന്നറിയോ? ദുആ ചെയ്യല് മുസ്ലിയാക്കന്മാർക്ക് പറഞ്ഞ കാര്യമെന്നാണ്. ദുആ ചെയ്യേണ്ടത് മൂല്യാക്കന്മാരാണെന്നാണ്. എന്നാൽ എൻ്റെ ഉപ്പാ, ഒരാളെയും കാത്തു നിൽക്കേണ്ടതില്ല. ഒരു മരണ വീട്ടിലോട്ട് കടന്നു ചെന്നാൽ ആ മയ്യത്തിനെ മുഖമൊന്ന് നീ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാത്തിഹ നീ അവിടെ ഇരുന്ന് ഓതണേ. എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഈ മനുഷ്യന്റെ റൂഹ് നിന്റെ അരികിലാടോ, ഖബറിലോട്ട് മടങ്ങാൻ തുടങ്ങുകയാണ്. ഇനി ഞങ്ങളോടൊപ്പം ഈ മനുഷ്യന്റെ ജനാസയില്ല, ഈ മനുഷ്യന്റെ ശരീരമില്ല. അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് നീ മയ്യത്തിന്റെ സവിധത്തിലിരുന്ന് ദുആ ചെയ്താൽ നിന്റെ ദുആക്ക് മലക്കുകൾ ആമീൻ പറയുമെന്നോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ മയ്യത്ത് വീട്ടിലോട്ട് കടന്നു ചെന്നാൽ എന്ത് ചെയ്യണം? വെള്ളത്തുണി മാറ്റി മുഖം കണ്ടിട്ടൊരു ഫാത്തിഹ. ആരും വേണ്ട, സവിധത്തിൽ ആരെയും വിളിച്ചു കൂട്ടിയിട്ട് ഓതാ നിൽക്കണ്ട. അൽ ഫാത്തിഹ വിളിച്ചു ഓതി ആൾക്കാരെ കൂട്ടൊന്നും വേണ്ട, ഒരു ഫാത്തിഹ ഓത്. എന്നിട്ട് ആ കൈയൊന്ന് ഉയർത്ത് കിബിലയ്ക്ക് നേരെ തിരിച്ചു പിടിക്കുക. പടച്ചവനെ, ഇതുപോലെ ഞാനും നാളെയും കിടക്കാനുള്ളതാണ്. അല്ലാ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണം, സ്വർഗം കൊടുക്കണം. ഒന്ന് നെഞ്ച് തട്ടിയിട്ടൊന്ന് ദുആ ചെയ്യും. അതാ മയ്യത്തിനോടുള്ള ബാധ്യതയാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മള്. വാപ്പ വീടിൻ്റെ അകത്ത് മരിച്ചു കിടന്നാലും ആ വാപ്പാടെ മയ്യത്താണെന്ന് ആ വാപ്പ കൊതിക്കുന്നത് മകൻ അരികിലിരുന്നിട്ടൊരു ഫാത്തിഹ ഓതാനാണ്, ദിക്ർ ചൊല്ലാനാണ് എന്ന് മനസ്സിലാക്കാതെ മോൻ നാട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ബിസിനസ് കാര്യം, രാഷ്ട്രീയ കാര്യം, തെരഞ്ഞെടുപ്പ് കാര്യം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഖൗമിന്റെ അവസ്ഥ. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഓരോ മയ്യത്ത് വീടും വിടാതെ, ഈ മഹല്ലിൽ ഒരു മയ്യത്ത് വീടും വിടാതെ, നിങ്ങൾ എത്ര വലിയ തിരക്കുള്ളവരാണെങ്കിലും ഒരു മരണം അറിഞ്ഞിട്ട് ആ വീട്ടിലോട്ട് കടന്നു ചെന്ന ആ മയ്യത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നാളെ മരിച്ചാൽ നിങ്ങൾ പോലും അറിയാത്ത മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളും നിങ്ങളുടെ മയ്യത്തിന്റെ ചുവട്ടിലോട്ട് വരും, നിങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ ഓതും, ദുആ ചെയ്യും. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട.
അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അരികിലോട്ട് സയ്യിദന്മാരും ആലിമീങ്ങളും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മരണ വീടുകളിൽ പോയിട്ട് ഫാത്തിഹോദി ദുആ ചെയ്യണം. കൈമടക്കം മേടിക്കാൻ വേണ്ടിയല്ല, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഹദീസിനൊരു ബാക്കിയുണ്ട്. മയ്യത്തിന്റെ അരികിലോട്ട് മാത്രം പോയിട്ടല്ല നീ ഖുർആൻ ഓതേണ്ടത്. ഇദാ ഹളറത്തുൽ മരീദ്, ഈ നെല്ലിക്കുന്ന മഹല്ലിന്റെ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് ഒരു രോഗിയെ സന്ദർശിക്കാൻ കടന്നുപോയാൽ, ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ പോയാൽ, ഫഖൂലു ഖൈറാ, നീ അവിടെ ഇരുന്നും പരിശുദ്ധമായ ഖുർആൻ ഓതണേ സഹോദരാ. ആ മയ്യത്തിന് വേണ്ടി നീ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ. കാരണം മലക്കുകൾ നിന്റെ ദുആക്ക് ആമീൻ പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? 3 വിഭാഗം ആളുകളുടെ ദുആ അല്ലാഹു റദ്ദ് ചെയ്യില്ല. 3 വിഭാഗം ആളുകളുടെ ദുആ അല്ലാഹു റദ്ദ് ചെയ്യില്ല. നമ്മൾ മനസ്സിലാക്കിയത് ആരുടെ ദുആയാണ്? ഉറപ്പായിട്ടും അല്ലാഹു സ്വീകരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയത് സയ്യിദന്മാരുടെ ദുആയാണ്, അതല്ലെങ്കിൽ ആലിമീങ്ങളുടെ ദുആയാണ്, അതല്ലെങ്കിൽ മുത്തഅല്ലിമീങ്ങളുടെ ദുആയാണ്. അല്ല സഹോദരാ, അല്ലാഹു ദുആ സ്വീകരിക്കുമെന്ന് ഉറപ്പു പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം ദഅവത്തുൽ വാലിദി ലിവലദിഹി. നീ നിന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, നിന്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, ഓരോ ഉപ്പയും ഓരോ ഉമ്മയും സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു റദ്ദ് ചെയ്യില്ല, അല്ലാഹു തിരസ്കരിക്കില്ല. പടച്ചവൻ ഉത്തരം നൽകാതെ വെറുതെ മടക്കി അയക്കില്ല. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ദുആ സ്വീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം വദഅവത്തുൽ മദ്ലൂം, അകാരണമായിട്ട് ആക്രമിക്കപ്പെടുന്നവന്റെ ദുആ. വാക്കാലോ പ്രവർത്തിയാലോ ഒരു കാരണം കൂടാതെ ഒരാൾ നമ്മൾ നൊമ്പരപ്പെടുത്തി കഴിഞ്ഞാൽ, ആ മനുഷ്യനെങ്ങാനും അല്ലാഹുവിന്റെ മുന്നിലോട്ട് കരമുയർത്തിയാൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്, ഒരാളെപ്പോലും അന്യായമായിട്ട് ആക്രമിക്കല്ലോ, ഒരാളെ കുറിച്ചും അകാരണമായിട്ട് മോശം പറയല്ലോ, ഫിത്ന പറയല്ലേ. സയ്യിദുമാരെയും ആലിമീങ്ങളെയും തെറി പറയുന്ന കാലമാണ്. പടച്ചവനെ, ആലിമീങ്ങളെ തെറി പറയാൻ മടിയില്ലാത്ത കാലമോ, സയ്യിദുമാരെ തെറി പറയാൻ മടിയില്ലാത്ത കാലമോ. സമുദായം വിഭാഗീയതയിലോട്ട് പോകുന്നടോ, സമുദായം വിഭാഗീയതയിലോട്ട് പോകുന്നടോ, തമ്മിൽ തല്ലുന്നടോ, ആദർശങ്ങൾ പറഞ്ഞ് പരസ്പരം തെറി വിളിക്കുന്നടോ. ഇനിയും എത്ര നാളാണ് മിണ്ടാതിരിക്കുന്നതോ? ഇനിയും എത്ര നാളാണ് നിശബ്ദത പാലിക്കുന്നതോ? യാ അല്ലാഹ്, ഒരേ ആദർശങ്ങളുള്ളവർ, ഒരേ ചിന്തയുള്ളവർ, ഒരേ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലുന്ന കാലമല്ലേ, പരസ്പരം പോരടിക്കുന്ന കാലമല്ലേ. സയ്യിദുമാരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു തരുമ്പോ, ആലിമീങ്ങളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു തരുമ്പോ, ഇന്നതൊന്നും ചെവി കൊള്ളാതെ തോന്നിയത് വിളിച്ചു പറയുന്ന കാലമാ. അല്ലാഹുവേ, നിന്റെ ഹബീബ് പറഞ്ഞത് എത്രയോ സത്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്തെന്നറിയോ? അവസാന കാലഘട്ടമാകുമ്പോൾ സയഅതി അലൈക്കും സമാൻ,
അവസാന കാലഘട്ടമാകുമ്പോ ഈ സമുദായത്തിന്റെ നാവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് തോന്നിയത് വിളിച്ചു പറയാൻ ധൈര്യം വരുമെന്നാണ്, ആലിമീങ്ങളെ അവഹേളിക്കാൻ ധൈര്യമുണ്ടാകുമെന്നാണ്. പടച്ച റബ്ബേ, നിസ്കാരമില്ലാത്തവൻ പോലും ആലിമീങ്ങളെയും സയ്യിദുമാരെയും തെറി പറയുന്നു. അങ്ങനെയൊരു കാലഘട്ടം കടന്നു വന്നാൽ, മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാരെ തെറി പറയുന്ന കാലഘട്ടം കടന്നു വന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്, അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നെല്ലിക്കുന്ന് ഉറൂസിന്റെ ഒന്നാമത്തെ ദിവസം ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ തൊട്ടടുത്തല്ലേ കുനി എന്ന് പറയുന്ന സ്ഥലം. പടച്ചവനെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ 100ാം വാർഷികത്തിന് ആ മണ്ണ് സാക്ഷിയാകാൻ പോവുകയാണ്. ഫെബ്രുവരി 4 മുതൽ തുടങ്ങി 8 വരെ തീരുന്ന 4 ദിവസത്തെ മഹാസമ്മേളനത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുന്ന സഹോദരാ, പണ്ഡിതന്മാരുടെയും സയ്യിദുമാരുടെയും ദുആ മേടിക്കാൻ ആഗ്രഹത്തോടെ കടന്നു പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന യുവത്വമേ, പോകുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വിഭാഗീയതകൾ അവസാനിപ്പിക്കൂ, സയ്യിദുമാരെ ഒരുപോലെ കാണൂ, ആലിമീങ്ങളെല്ലാവരും തുല്യരാണോ, പരസ്പരം തെറി പറയല്ലോ, പരസ്പരം ചീത്ത വിളിക്കരുതോ. നമ്മുടെ ഉസ്താദുമാരാണ്, കിതാബുകളിൽ കാണാം, ലാ തഅകുലൂ ലുഹൂമൽ ഉലമാ, ആലിമീങ്ങളുടെ പച്ചയിറച്ചി തിന്നാൻ പാടില്ല, കാരണം അത് വിഷമാണ് സഹോദരാ. ആലിമിന്റെ ഇറച്ചി എന്നുള്ളത് വിഷമാണ്, തിന്നാൽ നീ മരിച്ചു പോകുമെന്നാണ് കിതാബിലുള്ളത്. അതുകൊണ്ട് അകാരണമായിട്ട് ആരെയും മോശം പറയല്ലോ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ നാവിനെ ഒന്ന് സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തരികയാണ്, 2 അവയവങ്ങൾ ഒരാൾ സൂക്ഷിക്കാമെന്ന് എന്നോട് വാക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ അവന് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ 2 അവയവങ്ങളെ സൂക്ഷിച്ചാൽ മതി. 1, 2 കവിളുകൾക്കിടയിലുള്ള നാവ്, എല്ലില്ലാത്ത 2 അവയവങ്ങളാണ്. 1, 2 കവിളുകൾക്കിടയിലുള്ള നാവ്. 2 തുടകൾക്കിടയിലുള്ള ഗുഹ്യഭാഗം. ഹറാമിൽ നിന്നും ആര് സൂക്ഷിക്കുന്നുവോ ഞാൻ അവന് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി നാവ് കൊണ്ട് മറ്റൊരുത്തന്റെ പരദൂഷണം പറഞ്ഞു, കുറച്ച് ഹത്തീബിന്റെ ഇറച്ചി തിന്നു, കുറച്ച് മുഅദ്ദിന്റെ ഇറച്ചി തിന്നു, കുറച്ച് മുദരിസിന്റെ കമ്മിറ്റിക്കാരുടെ തിന്നു, എന്നിട്ട് 5 നേരവും പള്ളി വന്ന് നിസ്കരിച്ചിട്ട് യാതൊരു പ്രതിഫലം ഇല്ലാട്ടോ. നാട്ടുകാരുടെ മുഴുവനും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് തഹജ്ജുദ് എന്നല്ല, പാതിരാത്രി മുഴുവനും ഈ പള്ളി കയറി കിടന്നാലും അല്ലാഹ് ഒരു ഇബാദത്ത് സ്വീകരിക്കാൻ പോകുന്നില്ല. ആദ്യം നന്നാക്കേണ്ടത് നാവാണ്. അത് പഠിച്ചു വെച്ചോളൂ. ഇത് പറയുമ്പോൾ ആർക്കും എന്നോട് ഒരു ദേഷ്യം തോന്നരുത്. പള്ളിയിലെ ഹത്തീബിനെ തെറി പറയുന്നതിന് മുമ്പ് ആ പാവപ്പെട്ടവന്റെ ഹുത്തുബേ വന്ന ഏതോ ഒരു ഇറാബ് തെറ്റിന്റെ പേരിൽ അദ്ദേഹത്തെ പിരിച്ചുവിടണമെന്ന് കമ്മിറ്റി ഓഫീസിൽ കയറി പറയുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിൽ എത്ര ഹത്തം തെറ്റുകൂടാതെ എനിക്ക് ഓതാൻ അറിയാമെന്ന് ആദ്യം ചിന്തിക്കണം. എന്നിട്ട് വേണം ആലിമീങ്ങളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാൻ. ആലിമീങ്ങളുടെ ഇറച്ചി അത് വിഷമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. കണ്ടതും കേട്ടതും ഒക്കെ ഇന്നൊരു മടിയുമില്ലാതെ ഷെയർ ചെയ്യുന്ന കാലം. അല്ലാഹു കാക്കുമാറാവട്ടെ. ഞാൻ ഇപ്പോൾ ഉള്ള അവസ്ഥകളൊന്നും കൂടുതൽ വിവരിക്കേണ്ടതില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയാണ്, അടിയാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. ഈ സമുദായത്തിനൊക്കെ അല്ലാഹു നല്ല ബോധം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോകും. അകാരണമായിട്ടൊരാളുടെ കുറ്റം പറഞ്ഞൊരു മനുഷ്യന്റെ കുടുംബം തകർത്ത്, കച്ചവടം തകർത്ത്, സമൂഹത്തിലുണ്ടായിരുന്ന നിലയും വിലയും തകർത്ത് ഒരാളെ താറടിച്ച് കാണിച്ച് വല്ലാണ്ട് ദ്രോഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിലോട്ട് നിനക്കെതിരെ കൈ നീട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു ആ ദുആ റദ്ദ് ചെയ്യുകയില്ല. അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. 3ാമത്തെ വിഭാഗം വദഅവത്തുൽ മരീദ്, നിത്യരോഗിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
കാല് മുറിക്കപ്പെട്ട് ക്യാൻസർ വന്ന് കീമോ ചെയ്യുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ഷുഗർ കൂടിയിട്ട് കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെട്ടവരില്ലേ, ഡയാലിസ് ചെയ്യുന്നവരില്ലേ. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നത്. ആ ചെറുപ്പക്കാരന്റെ പേര് ഞാൻ മറന്നുപോയി. അല്ലാ, അടുത്ത അഭയം എന്ന് പറയുന്ന ഡയാലിസ് സെന്ററിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസ് ചെയ്യുന്നവനാണ്, ചെറുപ്പക്കാരനാണ്. സഹോദര, നിങ്ങളുടെ ഈ മഹല്ലംഗമാണ്, ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ടോ, നീ ശിഫാ കൊടുക്കണേ അല്ലാ, ശമനം നൽകണേ അല്ലാ. ഞങ്ങളുടെ കിഡ്നി മാറ്റി വെക്കേണ്ടി വരുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അല്ലാഹു തന്ന രോഗങ്ങളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് പടച്ചവൻ എനിക്ക് പ്രതിഫലം തരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രോഗി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണേ. ആ ദുആക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഇജാബത്തുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു രോഗിയുടെ അരികിൽ അല്ലാഹു ഉണ്ടെന്നാണ്, ഒരു രോഗിയുടെ അരികിൽ അള്ളയുണ്ടെന്നാണ്. വെറുതെ പറയുന്നതല്ല സഹോദര. തൊബക്കാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാനായ ഒരു ഇമാമ് പറഞ്ഞു തരുന്നുണ്ട്, ഒരു ഹദീസ് അവിടുന്ന് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ പരലോകത്തേക്ക് മനുഷ്യരെല്ലാവരും കടന്നു വരുമ്പോ യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ വഉറാതൻ വഗുർലാ, നഗ്നരായിട്ട് നഗ്നപാതരായിട്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമല്ലോ. ഒരു ചാൺ മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ, താഴിന്റെ ചാഴച്ചെമ്പിന്റെ താഴച്ചെമ്പിന്റെ തറയാടോ, താഴച്ചെമ്പിന്റെ തറയാണ്. ഒരു ചാൺ മുകളിൽ സൂര്യനാടോ, വിവസ്ത്രരാടോ, നഗ്നരായിട്ടാണ് നഗ്നപാതരായിട്ടാണ് കടന്നു വരുന്നത്. ഈ സമയത്ത് അല്ലാഹു മനുഷ്യരുടെ മുന്നിലോട്ട് കടന്നു വരുമ്പോ നരകം നിർബന്ധമായവർ അല്ലാഹുവിന്റെ മുന്നിലോട്ട് ഓടുകയോ, അല്ലാഹുവിന്റെ മുന്നിലോട്ട് മനുഷ്യരെല്ലാവരും ഓടുന്ന സമയമുണ്ട്. പടച്ചവനെ, നരകത്തിലോട്ട് വലിച്ചെറിയല്ല അല്ലാ. ദുനിയാവിൽ അല്ലാഹുവിനെ മറന്ന് ജീവിച്ച സഹോദരോ, നിസ്കരിക്കാൻ പള്ളിയിൽ പോകാത്ത സഹോദരോ, റമളാനിൽ നോമ്പ് പിടിക്കാത്ത സഹോദരോ, ആലിമീങ്ങൾ നന്നാകണമെന്ന് പറയുമ്പോൾ അവരെ ട്രോളുന്ന യുവത്വമേ, നാളെ നീ അല്ലാഹുവിന്റെ മുന്നിലോട്ട് കടന്നു ചെല്ലുകയോ, പറ്റിപ്പോയി അല്ലാ, സംഭവിച്ചുപോയി അല്ലാ, പുറത്തു തരണേ അല്ലാ. നീ അല്ലാഹുവിനോട് യാചിക്കാൻ ഓടുന്നൊരു ദിവസമുണ്ട്. നീ അല്ലാഹുവിന്റെ മുന്നിലോട്ട് യാചിക്കാൻ ഓടിപ്പോകുന്നൊരു സമയമുണ്ട്. ഈ സമയത്താണ് അല്ലാഹു ചില ആളുകളോട് സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്, നാളെ അല്ലാഹു ഒരു മനുഷ്യനോട് ചോദിക്കുകയാ. ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ? നാട്ടിലും കുടുംബത്തിലും കൂട്ടുകാരിലും ഒരു രോഗിയുണ്ടായിട്ട് കാണാൻ പോകാത്തവനാണ്. ഒരു രോഗി സമീപത്തുണ്ടായിട്ട് സന്ദർശിക്കാൻ പോകാത്തവനാണ്. തിരക്കുണ്ടെന്ന് പറഞ്ഞു, ബിസിനസിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, രാഷ്ട്രീയ തിരക്കുണ്ടെന്ന് പറഞ്ഞു, ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകാത്ത മനുഷ്യ, നാളെ നിന്നോട് അല്ലാഹു ചോദിക്കുകയാ, എന്തേടാ നീ എന്നെ ദുനിയാവിൽ കാണാൻ വരാതിരുന്നതോ? എന്തേ ദുനിയാവിൽ നീ എന്നെ കാണാൻ വരാതിരുന്നത്? ഈ സമയത്ത് ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുവേ, നീ ദുനിയാവിൽ അദൃശ്യനായിരുന്നല്ലോ അല്ലാ, ദുനിയാവിൽ നിന്നെ കാണാൻ കഴിയില്ലായിരുന്നല്ലോ അല്ലാ. ഏത് രാജ്യത്തായിരുന്നു നീ നിലകൊണ്ടത്? എവിടെ വന്നാലായിരുന്നു നിന്നെ കാണാൻ കഴിയുന്നത്? ഈ സമയത്ത് അല്ലാഹു പറയുകയോ, ഇന്ന
ഇന്ന സ്ഥലത്തൊരു മനുഷ്യൻ രോഗിയായത് നീ അറിഞ്ഞില്ലേ? ഇന്ന സ്ഥലത്തൊരാള് ക്യാൻസർ പിടിച്ച് കിടന്നത് നീ അറിഞ്ഞില്ലേ? ഇന്ന വീട്ടിലൊരാള് കൈകാല് മുറിച്ച് കിടന്നത് നീ അറിഞ്ഞില്ലേ? ഇന്ന വീട്ടിലൊരാള് ആക്സിഡന്റ് പറ്റി തളർന്ന് കിടന്നത് നീ അറിഞ്ഞില്ലേ? ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു. ആ രോഗിയുടെ അരികിലോട്ട് നീ കടന്നു പോയിരുന്നെങ്കിൽ, ആ തളർന്ന് കിടക്കുന്ന മനുഷ്യന്റെ അരികിലോട്ട് നീ ഒന്ന് കടന്നു ചെന്നിട്ട് സന്തോഷത്തിന്റെ വർത്തമാനം നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കവിടെ എന്നെ കാണാൻ കഴിയുമായിരുന്നെന്നോ അല്ലാഹു ആ മനുഷ്യനോട് പറയുമെന്നോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് രോഗിയുടെ അരികിലോട്ടൊന്ന് കടന്നു ചെല്ലണ്. ആ രോഗിയെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണ്. സയ്യിദുമാരുടെ ദുആയിനെക്കാളും പവറാണ് വാപ്പാ. വഅള് പറയുന്ന ഉസ്താദിന്റെ ദുആയിനെക്കാളും അല്ലാഹുവിന്റെ മുന്നിൽ സ്വീകാര്യതയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹ് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അവിടെ അള്ളയുണ്ടെന്നാണ് സൂഫിയാക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നു. രോഗിയുടെ സവിധത്തിൽ അല്ലാഹു ഉണ്ട്. രോഗിക്ക് വേണ്ടി എത്രയോ ദുആക്കൾ ഉണ്ടെന്നറിയോ? ഒരു രോഗിയുടെ സവിധത്തിൽ പോയിട്ട് നീ ചെയ്യേണ്ട ദുആ ഹദീസിൽ വളരെ ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി പഠിക്കേണ്ട ഒരു ദുആയുണ്ട്. ഒരു ക്യാൻസർ രോഗിയുടെ അരികിലോട്ട് പോയിട്ട് നീ ചെയ്തു കഴിഞ്ഞാൽ, ഈ ദുആ നീ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാൻസർ നിനക്ക് വരില്ല എന്ന അത്രയും പവറുള്ളൊരു ദുആയുണ്ട്. അത് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ചു വെച്ചോളി. ഒരു ക്യാൻസർ രോഗിയുടെ അരികിലോട്ട് നീ കടന്നു ചെന്നു. ആ രോഗിയുടെ അരികിൽ ഇനി പറയാൻ പോകുന്ന ഹദീസിൽ വന്ന വാരിദായ ദുആയാണ്. ളഈഫായ ഹദീസൊന്നുമല്ല, മൗദൂആയ ഹദീസൊന്നുമല്ല, സ്വഹീഹായ ഹദീസ്. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ പറയാൻ പോകുന്ന ദുആ ഒരു ക്യാൻസർ രോഗിയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ കേൾക്കാതെ നീ പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗം, ആ ക്യാൻസർ നിന്നെയോ നിന്റെ കുടുംബത്തെയോ ബാധിക്കില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിക്കൊള്ളി. ഇൻഷാ അല്ലാഹ് ലൈവൊക്കെ ഉണ്ട്. നാളെയാണെങ്കിലും കുടുംബസമേതം കേട്ടിട്ട് ഈ ഇതുവരെ പറഞ്ഞതൊന്നും വേസ്റ്റ് അല്ല. ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. 1 മണിക്കൂർ പോയതറിഞ്ഞില്ല. ഈ ദുആ പഠിച്ചു വെക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.